ഇത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരില്ല. ഞാൻ എപ്പോഴും എൻ്റെ ടീമിൻ്റെ ടോപ്പ് ഓർഡർ പൊളിയാനാണ് ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ എനിക്കിറങ്ങി ടീമിനെ ജയിപ്പിച്ച് ഹീറോയാകാമല്ലോ. ഈ സീസൺ IPL തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് RCB താരം ജിതേഷ് ശർമ്മ ABD വില്ലിയേഴ്സുമായി നടത്തിയ സംഭാഷണത്തിനിടെ പറഞ്ഞ വർത്തമാനമാണിത്. സകലരും പുറത്തായി നിൽക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്നത് സ്വപ്നം കാണാറുണ്ട് എന്ന് ജിതേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. തനിക്ക് ബാറ്റിംഗ് ഇറങ്ങാൻ സഹതാരങ്ങൾ പുറത്താകാൻ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കണ്ടം കളിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ താരത്തിന് ചേർന്ന വർത്തമാനമാണോ ജിതേഷിൻ്റേത് എന്ന ചോദ്യം ആ സമയത്ത് തന്നെ ആരാധകർ ഉയർത്തിയിട്ടുണ്ട്. ഒടുവിൽ ജിതേഷ് സ്വപ്നം കണ്ട ആ ദിവസം വന്നെത്തി. ഇന്നലെ ചിന്നസ്വാമിയിൽ RCB ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം അരങ്ങേറുന്നു. 13ാം ഓവറിൽ RCBക്ക് ക്യാപ്റ്റൻ രജത് പട്ടീദാറിന് നഷ്ടമായി. ആ സമയത്ത് 134-4 എന്ന നിലയിലായിരുന്നു ടീം. ടൂർണമെന്റിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പട്ടീദാർ 2 അക്കം കാണാതെ പുറത്തായതോടെ മികച്ച സ്കോറിലേക്ക് ടീമിനെ ഉയർത്താനുള്ള സുവർണാവസരമാണ് ജിതേഷിന് കൈവന്നത്. അതാണല്ലോ അയാൾ സ്വപ്നം കണ്ടിരുന്നതും. എന്നാൽ കുൽദീപും അക്ഷർ പട്ടേലും മുകേഷ് കുമാറും ഒക്കെ ചേർന്ന് അയാളുടെ സ്വപ്നങ്ങളെയൊക്കെ വരിഞ്ഞു മുറുക്കി ആ 22 വര പിച്ചിൽ ഇട്ടു. മുകേഷ് കുമാറിനെയാണ് ജിതേഷ് ആദ്യം നേരിട്ടത്. 2 ഡോട്ട് ബോളുകൾ. അക്ഷർ പട്ടേൽ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിലും 2 ഡോട്ട് ബോളുകൾ. ആ ഓവറിൽ RCB ആകെ സ്കോർ ചെയ്തത് 7 റൺസ്. വീണ്ടും മുകേഷ് പന്തെടുത്തു. ആ ഓവറിലും 7ലധികം റൺസ് സ്കോർ ചെയ്യാനായില്ല RCBക്ക്. ജിതേഷ് ശർമ്മ പന്ത് പാഴാക്കുന്നത് കണ്ട് ഡേവിഡ് ഒരിക്കൽ സിംഗിൾ നിഷേധിക്കുക പോലും ഉണ്ടായി. 16ാം ഓവറിൽ അക്ഷർ ഡേവിഡിന്റെ കുറ്റി തെറിപ്പിച്ചു. വീണ്ടും ജിതേഷിനിതാ ഒരു സുവർണാവസരം. ഷെഫേർഡിനെ അപ്പുറത്ത് നിർത്തി ഒറ്റയ്ക്ക് ടീം സ്കോർ 200 കടത്താം. അതിന് അക്ഷർ സമ്മതിച്ചിട്ട് വേണ്ടേ. 16ാം ഓവറിൽ RCB ആകെ സ്കോർ ചെയ്തത് 2 റൺസ്. 17ാം ഓവറിൽ കുൽദീപ് ഷെഫേർഡിനെ വീഴ്ത്തി. ആ ഓവറിൽ പറഞ്ഞത് ആകെ 5 റൺസ്. ഒറ്റ ബൗണ്ടറി പോലുമില്ല. ഒടുവിൽ എങ്കിടിയുടെ 18ാം ഓവറിലാണ് ജിതേഷ് തൻ്റെ ഇന്നിങ്സിലെ ആദ്യ ബൗണ്ടറി നേടുന്നത്. അത് അവസാനത്തേത് കൂടിയായിരുന്നു. നടരാജൻ എറിഞ്ഞ 19ാം ഓവറിൽ RCB ആകെ അടിച്ചെടുത്തത് 2 റൺസാണ്. അപ്പോഴും ഹീറോ ജിതേഷ് അവിടെ തന്നെ ഉണ്ട്. ഒടുവിൽ അവസാന ഓവറിൽ എങ്കിടിക്ക് വിക്കറ്റ് നൽകി മടക്കം. 13ാം ഓവറിൽ ക്രീസിലെത്തിയ ജിതേഷിൻ്റെ സമ്പാദ്യം 20 ബോളിൽ 14 റൺസായിരുന്നു. 70 സ്ട്രൈക്ക് റേറ്റ്. ആകെ പായിച്ചത് ഒരൊറ്റ ബൗണ്ടറി. നിരവധി ഡോട്ട് ബോളുകൾ. ഇന്നലെ പവർ പ്ലേയിൽ RCB സ്കോർ ചെയ്തത് 59 റൺസാണ്. മിഡിൽ ഓവറുകളിൽ അത് 87 ഉയർന്നു. എന്നാൽ ഡെത്ത് ഓവറുകളിൽ റൺ റേറ്റ് കുത്തനെ ഇടിഞ്ഞു. ആ ഫേസിൽ ആതിഥേയർ ആകെ സ്കോർ ചെയ്തത് 29 റൺസാണ്. ജിതേഷും ടിം ഡേവിഡും കൃണാൽ പാണ്ഡ്യയും ഷെഫേർഡും ഒക്കെ വന്നു പോയിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായില്ല. ഇതോടെ ജിതേഷ് എയർലായി. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് ആരാധകരൊക്കെ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. എല്ലാവരും പുറത്താകാൻ ആഗ്രഹിച്ചപ്പോൾ ഇത്രയൊക്കെ ടാലൻറ്റ് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയില്ലെന്നാണ് പലരും ട്രോളുന്നത്. പോയ സീസണിൽ കിരീടം ചൂടിയ ബംഗളൂരു നിരകളിലെ നിർണായക സാന്നിധ്യമായിരുന്നു ജിതേഷ്. എന്നാൽ ഇക്കുറി അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അത്ര കാശാവഹമല്ല. 6 മത്സരങ്ങളിൽ നിന്ന് 52 റൺസാണ് സമ്പാദ്യം. 23 ഹയസ്റ്റ് സ്കോറിംഗ്. 110 സ്ട്രൈക്ക് റേറ്റ്. പേസിനെതിരായ ജിതേഷിൻ്റെ സ്ട്രഗിൾ തുടർക്കഥയാവുകയാണ്. പേസർമാർക്കെതിരെ 29 പന്ത് നേരിട്ട ജിതേഷ് അടിച്ചെടുത്ത് വെറും 22 റൺസാണ്. 5 തവണയും വീണത് പേസർമാർക്ക് മുന്നിൽ. 75 സ്ട്രൈക്ക് റേറ്റ്. നേരത്തെ എമർജിംഗ് ഏഷ്യ കപ്പിലും ക്യാപ്റ്റൻ ജിതേഷ് വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. ബംഗ്ലാദേശിനെതിരായ സെമിയിൽ ജിതേഷിൻ്റെ തീരുമാനങ്ങൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. സൂപ്പർ ഓവറിൽ വൈഭവ് സൂര്യവംശിയെ ഇറക്കാതെ ജിതേഷാണ് ക്രീസിലെത്തിയത്. നേരിട്ട ആദ്യ പന്തിൽ തന്നെ താരം പുറത്തായി. പിന്നീടെത്തിയ അശുതോഷ് ശർമ്മയും ആദ്യ പന്തിൽ തന്നെ വീണതോടെ ഇന്ത്യക്ക് ഒരൊറ്റ റൺസ് പോലും സ്കോർ ചെയ്യാനായില്ല. ഈ സമയത്ത് വൈഭവ് നിരാശയോടെ ഡഗൌട്ടിൽ ഇരിക്കുന്നത് കാണാമായിരുന്നു. ആ മത്സരത്തിൽ വൈഭവ് 15 പന്തിൽ 38 റൺസ് നേടിയിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഒടുവിൽ ബംഗ്ലാദേശ് കളി ജയിച്ച് ഫൈനൽ ടിക്കറ്റ് എടുത്തു. കുറച്ചുകൂടി അനുഭവ സമ്പത്തുള്ള സീനിയേഴ്സ് സൂപ്പർ ഓവറിൽ കളത്തിലിറങ്ങട്ടെ എന്നായിരുന്നു തീരുമാനം എന്നാണ് ജിതേഷ് അന്നതിനെ ന്യായീകരിച്ചത്.